ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഗേറ്റിനെ പറ്റിയും അല്ലെങ്കിൽ ബിടെക്കിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നേരെ ഡയറക്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ പോവാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ല, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അത് തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് അവലോകനം നടത്തണം. അത് എങ്ങനെയാണെന്ന്. അതിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ബൈക്ക് വാങ്ങുകയാണെങ്കിൽ ആ ഒരു ബൈക്കിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ അകത്തുള്ള എഫിഷ്യൻസി, അല്ലെങ്കിൽ എത്ര മൈലേജ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പവർ എത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏത് ഭാഗത്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് സ്കോർ ചെയ്യാൻ കൂടുതൽ ചാൻസ്. അപ്പോൾ മൈലേജ് നോക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോറിങ് ചാൻസ് ഉള്ള ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഏരിയ, അതായത് കൂടുതലായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ഏതാണ്, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാവാൻ പാടുള്ള ഏരിയ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സബ്ജക്റ്റിനെ പറ്റി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആ രീതി പഠിക്കണം. കണ്ട് ഒരു ഒഴുക്ക് പോലെ പഠിച്ചിട്ട് കാര്യമില്ല, ഒഴുക്കിനനുസരിച്ച് നീന്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു അപ്രോച്ച്, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സ്മാർട്ട് സ്റ്റഡി എന്ന് പറയും. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തുടങ്ങുകയാണ്, അതിന് സമയം വഴിയുണ്ട. കാരണം ഇത്രയും വെളിച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് നല്ല ചൂടാവുന്നുണ്ട്. അപ്പം നേരെ FM എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, വാട്ട് ഈസ് ഫ്ലൂയിഡ്. വാട്ട് ഈസ് ഫ്ലൂയിഡ് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഫ്ലൂയിഡിനെ പറ്റി പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ വാട്ടർ എടുക്കുക അല്ലെങ്കിൽ എയർ എടുക്കുക, ഇത് രണ്ടും ഫ്ലൂയിഡാണ്. പക്ഷേ ഓരോന്നിൻ്റെ ബിഹേവിയറും കാര്യങ്ങളും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടാവും, കുറച്ച് ഘടകങ്ങൾ. ഈ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ സാധനമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ഇനി തേർഡ് വൺ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. ഇതിനകത്ത് പറഞ്ഞാൽ ഫ്ലൂയിഡ് നമ്മളിപ്പം ഒരു സാധനത്തെ പറ്റി പഠിക്കുമ്പം, ഒരു വസ്തുവിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റ് റെസ്റ്റ്, അതായത് അത് മോഷൻ ഇല്ലാത്ത സമയത്ത് അതിനെപ്പറ്റി ആദ്യം തന്നെ പഠിക്കും. പിന്നെ അത് മോഷൻ ഉള്ള സമയത്തേക്ക് പഠിക്കും. പിന്നെ അതിനുള്ള കാരണം, ആ മോഷൻ ഉണ്ടാകാനുള്ള കാരണം പഠിക്കും. അതേ ഒരു ഓർഡർ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. അതായത് ഇതിനകത്ത് 1-2 ലോസ് ഉണ്ടാവും. പാസ്കൽസ് ലോ ഒക്കെ വരുന്നതിനകത്താണ്. പാസ്കൽസ് ലോ അല്ല ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, പീക്കിൽ റോ GH എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് പ്രഷർ ഇൻഡിക്കേഷൻ, അതൊക്കെ വരുന്ന ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൻ്റെ അകത്താണ്. പിന്നെ കർവ്ഡ് സർഫസിൻ്റെ അകത്തുള്ള ഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇമ്പാക്ട് ഓരോ ഏരിയയിൽ, അതായത് ഡെപ്തിനനുസരിച്ചുണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്നതൊക്കെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലാണ്. ഇനി ഫോർത്ത് വൺ, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ച പോലെ കൈനമാറ്റിക്സ് പറഞ്ഞാൽ ടു ദ മോഷൻ, അതായത് വെലോസിറ്റി, ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഫ്ലൂയിഡിൻ്റെ അകത്ത്. ഈ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിലാണ്. സ്റ്റാറ്റിക്സ് കഴിഞ്ഞാൽ അതായത് റസ്റ്റുള്ള കഴിഞ്ഞ് പിന്നെ മോഷനിലേക്ക് വരും. അപ്പോൾ മോഷനിലേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. പിന്നെ അടുത്തത് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഞാൻ പറഞ്ഞു കൈനമാറ്റിക്സ് ആണ് മോഷനാണ്. അപ്പോൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ കോസസ് ഫോർ ദാറ്റ് മോഷൻ, അതായത് അതിലുള്ള മോഷൻ ഉണ്ടാകാനുള്ള കാരണം. അതൊരു ഫോഴ്സ് ആയിരിക്കും. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ വാട്ടർ അല്ലെങ്കിൽ എന്താണെങ്കിലും ഫ്ലൂയിഡ് മോഷൻ കാരണം വേറെ എന്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന എഫേർട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. അതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് വൺ, ലാമിനാർ ഫ്ലോ. ഈ ലാമിനാർ ഫ്ലോൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, സബ് ടോപ്പിക്കുകളുണ്ട്. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ലാമിനാർ ഫ്ലോ എന്താണെന്നുണ്ട്, പിന്നെ ടർബുലൻറ്റ് ഫ്ലോനെ പറ്റിയുണ്ട്, പിന്നെ ഫ്ലോ ത്രൂ പൈപ്സ്, കോഡ് ഫ്ലോ എന്ന് പറഞ്ഞ കുറേ കൺസെപ്റ്റും കാര്യങ്ങളുണ്ട്. ഫ്ലോ ത്രൂ പൈപ്സ്, പിന്നെ സീരീസ്, പാരൽ പൈപ്പ്, അതിനകത്തുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് ഈ ഒരു ഒറ്റ ടോപ്പിക്കിൽ, അതായത് ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അങ്ങനെ ഉൾപ്പെടുത്താൻ കാരണം അതിനകത്തൊരു വാസ്റ്റ് ഏരിയ ആണെങ്കിലും പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞിട്ട് ഏതൊക്കെ പോർഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബൗണ്ടറി ലെയർ തിയറി. ഓക്കെ, ബൗണ്ടറി ലെയർ തിയറി. അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പക്ഷേ എക്സാമിന് ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് മാർക്ക് കുറച്ച് കുറവാണ്. പക്ഷേ ബാക്കിയുള്ള എക്സാമിനൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ബൗണ്ടറി ലെയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഒരു ഗേറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല.
ബൗണ്ടറി ലെയറിൽ എനർജി തിക്നെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്, മൊമെൻറ്റം തിക്നെസ്, അത് കൂടാതെ തന്നെ എയർ ഓഫ് ഓയിലിൻ്റെ കേസ് വരുമ്പോൾ ബ്ലഫ് ബോഡി, സ്ട്രീം ലൈൻഡ് ബോഡി, അങ്ങനത്തെ പിന്നെ ഡ്രാഗ്, ലിഫ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ബൗണ്ടറി ലെയർ തിയറിയിനകത്താണ്. അപ്പം നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് വേറെ എന്തെങ്കിലും ജോബിൻ്റെ ബേസിലൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ബൗണ്ടറി ലെയർ തിയറി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എയർ ഓഫ് ഓയിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ എയറോ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ബൗണ്ടറി ലെയർ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് ബേസിക്. ഇത് കഴിഞ്ഞിട്ടൊന്ന് അഡീഷണൽ ആയിട്ടുള്ളത് ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഡയമെൻഷണൽ അനാലിസിസും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് അറിയാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച പോലെ റെനോൾഡ്സ് നമ്പർ, ഫ്രൂഡെ നമ്പർ, വെബർ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയമെൻഷൻസ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വാല്യൂ എങ്ങനെ ഡിഫൈൻ ചെയ്ത് ഒരു റേഷ്യോ, വ്യത്യസ്ത റേഷ്യോ ഓഫ് സംതിങ് ടു സംതിങ് ആണ്, ആ രീതിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഗേറ്റ് എക്സാമിനൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ PSC SSC ആണെങ്കിലോ അല്ലെങ്കിൽ PSC എക്സാം ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ അത് എന്താണെങ്കിലും ISRൻ്റെ എക്സാമിനൊക്കെ ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് വെബർ നമ്പർ എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് സിമിലാരിറ്റി അനാലിസിസ് എന്ന് പറയും. അതായത് ഒരു പ്രോട്ടോടൈപ്പും മോഡലും തമ്മിലുള്ള സിമിലാരിറ്റി അനാലിസിസ്. അതൊരു കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള കേസാണ് ഇതിനകത്ത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ടോപ്പിക്കുള്ളത്. കുറച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഓരോ സെപ്പറേറ്റ് ടോപ്പിക് എടുത്ത് പഠിക്കുന്നതിനേക്കാളുകൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ടോപ്പിക്, അതായത് നമ്മളിപ്പം ഒരു എന്താ പറയുക ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ടോപ്പിക്ക് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ഫ്ലൂയിഡ് കൈനമാറ്റിക്സാണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സും ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇതിനകത്ത് നമ്മളിപ്പോൾ വിചാരിക്കും പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ചോദിക്കില്ലെന്ന്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡാണ്. കാരണം നമുക്ക് ഒരു ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അറിയണം, വിസ്കോസിറ്റി അറിയേണ്ടി വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എംബഡഡ് ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് അതിൻ്റെ അകത്ത് എന്തായാലും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾ ഏത് കാര്യത്തിൽ ചോദിക്കണം, ഫ്ലൂയിഡ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഈ 3 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലാമിനാർ ഫ്ലോ, 4th വൺ. പിന്നെ ബൗണ്ടറി ലെയർ തിയറി. ഞാൻ പറഞ്ഞ ബൗണ്ടറി ലെയർ തിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് കുറഞ്ഞ ടൈമിൽ നമുക്ക് ഗേറ്റ് എക്സാം എത്ര പറയാം 3 മണിക്കൂറിൽ എഴുതണം. അപ്പം ആ 1 മണിക്കൂറിൽ ഉള്ളിൽ ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ ചോദിക്കാൻ ചാൻസിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എനർജി തിക്നെസ് എന്താണ്, ഇതിൻ്റെ അതുകൂടെ ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ അമൗണ്ട് എത്രയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ ഓർഡർ 1 2 3 4 5. ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു കേസാണ് 6, അതായത് ഡയമെൻഷൻ അനാലിസിസ്. അത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി പറയാനുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ അതുപോലെ തന്നെ ഒരു കൂടെ വരുന്ന സബ്ജക്റ്റാണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒരു സെമസ്റ്ററിൽ പഠിച്ചാൽ ഹൈഡ്രോളിക് മെഷീൻസ് വേറെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു എൻ്റയർലി ഒരു സെമസ്റ്ററിൽ പഠിച്ച കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളൊക്കെയാണ് ഈ എക്സാമിന് ചോദിക്കുന്നത്. ഇതുപോലെ 10-14 സബ്ജക്റ്റ് അഡീഷണൽ വേറെ ഉണ്ടാകും. അപ്പം നമുക്ക് ഇതെങ്ങനെ പഠിച്ചെടുക്കാനുള്ളൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഗേറ്റ് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതായത് 2 മാർക്കിനും 3 മാർക്കിനും മാക്സിമം വരും. അത് തന്നെ ക്വസ്റ്റ്യൻ വരുന്നത് ടർബൈൻസിൻ്റെ അകത്താണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള പമ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് മെഷീൻസിനും ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഹൈഡ്രോളിക് മെഷീൻസിനും ഞാൻ പഠിപ്പിച്ചുതരാം. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. ഇൻ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് പാടാണ്. കാരണം ഈ വെലോസിറ്റി ട്രയാങ്കിളും കാര്യങ്ങളും കൂടുതൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്, അതിൻ്റെ അകത്ത് ലോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയിൽ അപ്പോൾ 3 ടർബൈൻ ആണെങ്കിലും ബെൽറ്റൻ ആണെങ്കിലും ഫ്രാൻസിസ് ആണെങ്കിലും കപ്ലാൻ ആണെങ്കിലും അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും, സ്പീഡ്, സ്പെസിഫിക് സ്പീഡ്, ടൈപ്പ് ഓഫ് ടർബൈൻ, അതായത് റിയാക്ഷൻ ടർബൈൻ ആണോ ഇമ്പൾസ് ടർബൈൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ 10-15 കൊല്ലമായിട്ട് ചോദിക്കുന്നത്. അത് തന്നെ 4-5 വർഷം കൂടുമ്പോഴാണ് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ കൊല്ലം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അത് ഇതുപോലെ തന്നെ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ടർബൈൻ എന്നുണ്ട്. അതായത് 3-4 ഓപ്ഷൻ തരും, അതിൻ്റെ അകത്ത് നിന്ന് ഏതാണ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നേരെ മറിച്ച് ഇത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം ആണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ അതേ വെയിറ്റേജ് തന്നെ ഹൈഡ്രോളിക് മെഷീൻസിനും ഉണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് കാര്യം, നിങ്ങൾ ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആ രീതിയിൽ പഠിക്കുക. വെറുതെ ഒരുപോലെ പഠിച്ച് പോയിട്ട് കാര്യമില്ല. എവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആ ഇമ്പോർട്ടൻസിനനുസരിച്ച് പോവുക. ഞാനിത് ഈ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഇതാണ് സ്ട്രാറ്റജി.
അതായത് ഇതിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഉറപ്പാണ് ഒരു വർഷം എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് കൂടുതലും ചോദിക്കുന്നത്. ആക്സിലറേഷൻ കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഫ്ലോൻ്റെ ഒരു ഇക്വേഷൻ തരും. 3i + 2j + 3k എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അതിൻ്റെ അകത്ത് ആക്സിലറേഷൻ കാണാൻ അതിൻ്റെ u × du/dy dx du + v × അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കാണുന്നത്. കംപ്ലീറ്റ് ആക്സിലറേഷൻ കാണുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതായത് x ഡയറക്ഷനിൽ ആക്സിലറേഷൻ കാണുന്നത്, y ഡയറക്ഷനിൽ ആക്സിലറേഷൻ കാണുന്നത്, z ഡയറക്ഷനിൽ ആക്സിലറേഷൻ കാണുന്നത്. ഇത് കമ്പൈൻ ചെയ്യുന്ന ഒരു മെത്തേഡും ഉണ്ട്. 2 മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ ഹൈഡ്രോളിക് മെഷീൻസിൽ വരുമ്പം ടർബൈൻസിൻ്റെ കേസിലുള്ള കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് എൻ്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക് ഇപ്പം നാളെ മുതൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഫ്ലൂയിഡ് തൊട്ട് വാട്ട് ഈസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടോപ്പിക്കാണ്, ഒറ്റയടിക്ക് വരും. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഡിസ്കസ് ചെയ്യും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. അഡീഷണൽ ഉണ്ടാവും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. ഒരു ക്ലാസ്സിൽ ചെയ്ത് തീർക്കേണ്ട അത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതായത് എല്ലാ ഏരിയയിൽ നിന്നും ഓരോ അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 10-20 വർഷത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലാതെ PDF ആയിട്ട് സപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങളും പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഡെപ്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും എങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മളൊരു പ്രചോദനം. ഓക്കെ, താങ്ക് യു.